കോഴിക്കോട്ടേക്ക് പോയാൽ അവിടെയും കുട്ടികളെ സ്വീകരിക്കാൻ വിദ്യാലയങ്ങളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് നവാഗതരായ കുട്ടികളെ സ്വീകരിക്കാൻ ക്ലാസ് മുറികളും ഒരുക്കി കഴിഞ്ഞു. കുട്ടികളെ സ്വീകരിക്കാൻ സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവധി ദിനത്തിലെ ഏറ്റവും അവസാന ദിനമാണ്, ഞായറാഴ്ചയാണ് ഇന്ന്. എങ്കിൽ കൂടി അധ്യാപകരും രക്ഷിതാക്കളും സ്കൂളിൽ വന്ന് ക്ലാസ് മുറികളൊക്കെ തന്നെ ഒരുക്കുകയാണ്. ഞാനുള്ളത് 77 വർഷം പഴക്കമുള്ള കോഴിക്കോട് ജില്ലയിലെ പാറപ്പൊടിയിലുള്ള ചോലപ്പുറത്ത് AIP സ്കൂളിലാണ്. ഇവിടെയാണെങ്കിൽ അധ്യാപകരും രക്ഷിതാക്കളൊക്കെ തന്നെ രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിയിരുന്നു. ക്ലാസ് മുറിയൊക്കെ തന്നെ മനോഹരമാക്കാണ്, തോരണം കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ക്ലാസ് മുറിയിൽ എല്ലാവരും വട്ടം കൂടിയിരുന്ന് ഈ ബലൂൺ വീർപ്പിക്കുകയാണ്. നാളെ വരുന്ന പുതിയ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനുള്ള ബലൂണൊക്കെ തന്നെ വീർപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ പ്രധാന അധ്യാപികയുണ്ട്, PTA പ്രസിഡന്റുണ്ട്, നാട്ടുകാരുണ്ട്. അങ്ങനെ ഒരു ആഘോഷമയമാണ്. ഇത് നോക്കൂ, വിദ്യാർത്ഥികൾക്ക് നാളെ കൊടുക്കേണ്ട ബലൂണാണ്. സ്മൈലിയുള്ള അടിപൊളി ബലൂൺ. നാളെ വരുന്ന കുട്ടികൾക്ക് ഈ ബലൂണായിരിക്കും കൊടുക്കുന്നത്. ടീച്ചേഴ്സ് ഉണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ ടീച്ചറെ? പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നാളെ നമ്മൾ നല്ലൊരു കാലാവസ്ഥയിലാണല്ലോ നമ്മുടെ സ്കൂള് തുറക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വർഷം ഒരു 50ഓളം അഡ്മിഷൻ എത്തിയിട്ടുണ്ട്. അവരെ നല്ല സന്തോഷത്തോടു കൂടെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ടീച്ചേഴ്സും PTA പ്രസിഡന്റ് മറ്റ് അംഗങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ മഴയായിരുന്നു, പക്ഷേ ഇന്ന് നല്ല വെയിലാണ്. അതിനൊരു ആശ്വാസം ഉണ്ടല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. ഇപ്പോൾ ഇന്നലെ തൊട്ടിട്ട് കാർമേഘങ്ങളൊക്കെ മാറി നല്ല തെളിഞ്ഞൊരു അന്തരീക്ഷത്തിൽ നമ്മൾ നിറഞ്ഞ മനസ്സോടുകൂടി സ്കൂൾ ഒന്നിച്ച് പറഞ്ഞ പോലെ PTA-യും അതേപോലെ മറ്റു വികസന സമിതി, നാട്ടുകാരുണ്ട്, കൂടെ മാനേജ്മെൻ്റ് ഉണ്ട്, എല്ലാ അംഗങ്ങളും കൂടെ നമ്മൾ ഒന്നിച്ച് പുതിയ സ്കൂൾ വർഷത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങളെല്ലാവരും. വിദ്യാഭ്യാസ വകുപ്പ് സാധാരണയായിട്ട് സ്കൂൾ തുറക്കുന്നതിൻ്റെ ഒരാഴ്ച മുൻപ് മുന്നൊരുക്ക വാരമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സ്കൂളിൻ്റെ പരിസരം വൃത്തിയാക്കും, കുടിവെള്ളം പരിശോധിക്കുക, രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യും. ഇതിൻ്റെ പരിസരമൊക്കെ തന്നെ വൃത്തിയാണ്, ക്ലാസ് മുറികളും വൃത്തിയാണ്. ചുറ്റും കുറേ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഏതെങ്കിലും മുറിച്ച് മാറ്റാൻ മരങ്ങളുണ്ടോ ഇനി? ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന മുന്നൊരുക്കങ്ങളൊക്കെ ഏകദേശം 99% നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മരം മുറിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങൾ നിലവിലുണ്ടായിട്ടുണ്ട്. തെങ്ങാണെന്ന് തോന്നുന്നല്ലേ? തെങ്ങ് തൊട്ട് നമ്മുടെ 1ാം ക്ലാസ്സിനോട് തന്നെ ചേർന്നിരിക്കുന്ന തെങ്ങാണ്. നമ്മളത് മുറിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു പരാതി കളക്ടർക്ക് കൊടുത്തിരുന്നു. അതിന് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. വലിയ ആശങ്കയിലാണ് ഞങ്ങൾ. ഏതായാലും ഈ ആഘോഷങ്ങൾക്കിടയിൽ ഒരു ഭയം കൂടി പേരൻസിനും ഒപ്പം തന്നെ അധ്യാപകർക്കുണ്ട്. ഒരു തെങ്ങ് ഭീഷണിയായിട്ട് തൊട്ടടുത്തുണ്ടെന്ന് പറയുന്നു. പരാതികളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അധ്യാപികമാരുണ്ട്. 1ാം ക്ലാസ്സിൽ അധ്യാപിക ഉണ്ടോ ഇവിടെ? ഉണ്ടല്ലേ, മിണ്ടാതിരിക്കും അല്ലേ? ടീച്ചറുടെ പേരെങ്ങനെയാ? എൻ്റെ പേര് സിനി. നാളെ കുട്ടികൾ വരുമ്പോഴേ ഏത് പാട്ടായിരിക്കും ആദ്യം പാടുന്നത്? കുറേ പാട്ടുകളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലൊരു പാട്ടൊന്ന് മൂളിക്കുക, കേൾക്കട്ടെ. ഇംഗ്ലീഷ് മലയാളത്തിലൊക്കെ ആയിട്ടാണ്. ഇംഗ്ലീഷിൽ കമ്മോൺ കമ്മോൺ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് പാടിക്കുക, കേൾക്കട്ടെ. ഇപ്പൊ പാടുന്ന കുട്ടികളുടെ മുന്നിൽ നമ്മള് ഞാൻ കുട്ടിയാന്ന് വെച്ചങ്ങ് പാടിക്കും. ഈ കരയുന്ന കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക? കരയുന്ന കുട്ടികളുടെ അമ്മയുടെ സ്നേഹം കൊടുത്തിട്ട് അമ്മയുടെ പോലെ തന്നെ അവർ കരുതുകയും ചെയ്യും. അതാണ് ഒരു ടീച്ചർ പറഞ്ഞ വാക്ക്. അതായത് കുട്ടികൾ സാധാരണ ആദ്യമായിട്ട് സ്കൂളിലേക്ക് വരുമ്പോൾ കരയാനുള്ള സാധ്യതയുണ്ട്. അമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ടായിരിക്കും ടീച്ചേഴ്സ് അത് ഹാൻഡിൽ ചെയ്യുക. ഏതായാലും ഇത്തവണത്തെ തീമെന്ന് പറയുന്നത് പ്രവേശനോത്സവത്തിൻ്റെ ഇവിടെ ബാനറുണ്ട്, ഒന്നിച്ചൊന്നായി ഒന്നാവാം. ഇതാണ് ഇത്തവണത്തെ തീമെന്ന് പറയുന്നത്. കോഴിക്കോട് ജില്ലയിൽ മാത്രം 60,000 പുതിയ കുട്ടികളാണ് നാളെ സ്കൂളിലേക്ക് പുതിയതായി എത്താൻ വേണ്ടി പോകുന്നത്. പെരിങ്ങളം സ്കൂളിലായിരിക്കും ജില്ലാതല ഉദ്ഘാടനം നടത്താൻ വേണ്ടി പോവുക. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇന്ന് റിപ്പോർട്ടർ. ഏതായാലും വിദ്യാലയങ്ങൾ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്.